കോഴിക്കോട് മലാപ്പറമ്പിൽ കരാർ കമ്പനിയുടെ ദേശീയപാത നിർമ്മാണം തടഞ്ഞ നാട്ടുകാർ അനധികൃതമായി മണ്ണിടുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ ഇടപെടൽ. കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമുക്കറിയാം, ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ ഈ ദേശീയപാതയിൽ ഈ മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് അല്പം മാറി പാച്ചാക്കലിൽ ഈ അനധികൃതമായി ഈ ചതുപ്പ് നിലങ്ങൾ മണ്ണിടുന്നു എന്ന ആക്ഷേപം നാട്ടുകാർ ഉയർത്തിയിരുന്നു. തുടർന്ന് അത് പരിഹരിക്കുമെന്നും മണ്ണ് തിരിച്ചെടുക്കുമെന്നും ഒക്കെ വാഗ്ദാനം നൽകിയെങ്കിലും അത് നടപ്പിലായില്ല. പക്ഷേ ഇന്ന് വീണ്ടും ആ പ്രദേശം കൂടുതൽ മണ്ണിട്ട് നികത്താനുള്ള ശ്രമം ഉണ്ടായി. നാട്ടുകാർ പ്രതിഷേധിച്ചു, തടഞ്ഞു. ആ സമയത്താണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഈ മലാപ്പറമ്പ് ജംഗ്ഷനിലെ പ്രവർത്തനങ്ങൾ നാട്ടുകാർ സംഘടിച്ചെത്തി തടഞ്ഞിട്ടുള്ളത്. വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. നമുക്ക് എന്താണ് ഇങ്ങനെ തടയാനുള്ള സാഹചര്യം? കാരണം എന്ന് വെച്ചാൽ ഇത് തണ്ണീർത്തടം ആണ്. നമ്മളെ ഭാഗത്ത് ചേരമ്പല പാച്ചാക്കൽ റോഡിലെ തണ്ണീർത്തടമാണ്. അത് ഇവര് ലോഡ് കണക്കിന് മണ്ണിട്ട് നികത്തുകയാണ്. അതായത് NH നിർമ്മാണത്തിന്റെ മറവിൽ ഭൂമുടമകൾക്ക് മണ്ണ് നികത്തി കൊടുക്കുക. അത് തണ്ണീർത്തടം എന്ന് വെച്ചാൽ ഇതിന്റെ കിഴക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. ആ വെള്ളത്തിനെ തടഞ്ഞു നിർത്തിയിട്ടാണ് ഇപ്പോൾ ഈ മണ്ണ് അവിടെ സ്റ്റോറേജ് ആയിരിക്കുന്നത്. അത് എടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് കോട്ടൂളിലെ വില്ലേജ് ഓഫീസർ, ചേവാരി വില്ലേജ് ഓഫീസർ, അതുപോലെ തന്നെ തൊട്ടടുത്ത വില്ലേജ് ഓഫീസർ എല്ലാ സ്ഥലത്തെത്തി, പോലീസ് സ്ഥലത്തെത്തി ഇവരെ അന്ന് തന്നെ മണ്ണ് എടുപ്പിക്കാനുള്ള ഒരു ജനങ്ങൾ തടഞ്ഞി. ആ മണ്ണെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളെ മേലേക്ക് ലോറി കയറ്റാൻ പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ആരും ഇല്ലായിരുന്നു, നമ്മളാണ് ആദ്യം ഫസ്റ്റ് തടഞ്ഞത്. അത് തടഞ്ഞതിന്റെ ഭാഗമായിട്ട് എല്ലാ പോലീസും കൗൺസിലർ പ്രവീണൊക്കെ അവിടെ എത്തിയതിന് ശേഷം ഇവർ മണ്ണെടുക്കാന്നുള്ള അഗ്രിമെന്റ്. അതിന്റെ തുടർന്നാണ് 2-3 ദിവസമായിട്ട് മഴ പെയ്തു പോയത്. മഴ പെയ്തു പോയിട്ട് മണ്ണെടുക്കാൻ കഴിയില്ല, ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്, ഞങ്ങളോട് ഉറപ്പ് തന്നതാണ്. പിന്നീടാണ് ഇവർ ഇന്നലെ രാവിലെ ഞാൻ വിളിച്ച്, ജയരാജ് എന്ന് പറഞ്ഞ ഞങ്ങളാണ് റോഡിന്റെ ഇത് നോക്കുന്നത്, അയാളെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇവിടുന്ന് മണ്ണെടുക്കണം, മണ്ണെടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം, ജനങ്ങൾ ഇങ്ങനെ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ എടുക്കാന്ന് പറഞ്ഞിട്ട് അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഇന്നലെ അതിന്റെ പുറത്ത് 10 ലോഡ് മണ്ണും കൂടി കൊണ്ടുപോയി അടിച്ച്. അത് വല്ലാത്തൊരു, അതായത് ജനങ്ങളെ വെല്ലുവിളിച്ച് ഞങ്ങളിത് നികത്തും എന്നുള്ള രീതിയിലാണ് ഈ KMCL നിർമ്മാണ കമ്പനി ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ്. അവരെ ഒരു വർക്കും നടക്കട്ടെ, അവരെ മണ്ണെടുത്ത് മാറ്റട്ടെ. മണ്ണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളെ കുടിവെള്ള സ്രോതസ്സാണ് ഈ തണ്ണീർത്തടം നടന്നത്. അത് മണ്ണിട്ട് നികത്താൻ ആർക്കും അനുവാദം കൊടുത്തില്ല. ഇവർ റോഡ് നിർമ്മിക്കാനുള്ളതുണ്ട്. ആ റോഡ് നിർമ്മിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല, കാരണം റോഡ് നിർമ്മിക്കേണ്ടതാണ്. അതിന്റെ മറവിൽ തണ്ണീർത്തടം മണ്ണിട്ട് നികത്താനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഒരു വർക്കും നടത്താൻ ഈ പ്രദേശത്തെ ജനങ്ങളെ അനുവദിക്കില്ല എന്നുള്ള പറയാനുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് പറയുന്നത്. അനധികൃതമായ ഈ മണ്ണിടൽ, ഇതിന് ഒരു സാങ്കേതിക അനുമതി അല്ലെങ്കിൽ ന്യായം ഉണ്ടാവുക, നിയമപരമായ പരിരക്ഷ ഉണ്ടാക്കുക എന്നതാണ് റോഡ് പണിയുടെ മറവിൽ ചെയ്യുന്നത്. അത് അനുവദിക്കില്ല. ഇത്തരത്തിൽ ചതുപ്പ് നിലത്തുന്ന നിലപാടുമായി തുടർന്ന് കമ്പനി അധികൃതർ പോവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും, തടയലുണ്ടാവും. റോഡിന്റെ വികസനത്തിനെതിരല്ല, ചതുപ്പ് നികത്തുന്നതിനെതിരാണ് എന്നാണ് നാട്ടുകാരുടെ നിലപാട്. കോഴിക്കോട് മലാപ്പറമ്പിൽ നിന്നും ക്യാമറമാൻ അരുൺ പുതുപ്പാടിയോടൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.